ചവറ BC ക്രിയേറ്റീവ് സെന്റർ ആൻഡ് ലൈബ്രറിയുടെ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ക്വിസ് മത്സരവും നടത്തി. ചവറ BC ക്രിയേറ്റീവ് സെന്റർ ആൻഡ് ലൈബ്രറിയുടെ 5ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. അഖില കേരള ക്വിസ് മത്സരം സംസ്ഥാന പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി ഉദ്ഘാടനം ചെയ്തു. അന്യന്റെ വീക്ഷണകോണത്തിലൂടെ സ്വന്തം ജീവിതത്തെ കാണാനുള്ള കഴിവാണ് യഥാർത്ഥത്തിൽ എമ്പതി. You put yourself in another person's shoes. ഇല്ലിനി തർക്കം, പ്രിയപ്പെട്ട ജീവിതമേ, നിൻ തല്ലേറ്റ് മരിച്ചു ഞാൻ സംസ്കരിക്കുക ജഡം എന്ന് മഹാകവി ONV കുറുപ്പ് സാറ് എന്റെ മരണം എന്ന കവിതയിലൂടെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ത് ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് അവൾക്കുണ്ടായിരിക്കണം. അതാണ് എമ്പതി. അന്തിക്ക് തിരിച്ചെത്തി മീൻപിടുത്തക്കാർ മുറ്റും കണ്ട കൂട്ടത്തിൽ ഒരാളിൽ അവളുടെ കാന്തൻ എന്ന് പറയുമ്പോൾ ആ മത്സ്യത്തൊഴിലാളി സ്ത്രീയുടെ ദുഃഖം മനസ്സിലാക്കാനുള്ള കഴിവ് അവനുണ്ടായിരിക്കണം. അതാണ് എമ്പതി. തന്നതില്ല വരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ. ഇന്ന് ഭാഷയാണ് അപൂർണം, ഇന്നഹോ വന്നുപോകും പിഴയും അർത്ഥസംഖ്യയാൽ. ഇത് മഹാകവി കുമാരനാശാന് നളിനിയിൽ പറയുമ്പോൾ അതിന്റെ താത്വിക തലങ്ങൾ ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിയണം. അതാണ് എമ്പതി. അതുകൊണ്ട് എമ്പതിയുള്ള നല്ലൊരു തലമുറയെ സൃഷ്ടിക്കുക, അതാണ് യഥാർത്ഥത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അത്തലുള്ളവനും ഭാരം ചുമക്കുന്നവനും അവശനും ആർത്തനും ആലംബഹീനനും അടങ്ങുന്ന ഒരു ജനവിഭാഗത്തിന് അത്താണിയായി തീരുവാൻ, അവന്റെ കണ്ണീരൊപ്പുവാൻ അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക. നമുക്ക് മഹത്തായ ഒരു സംസ്കാരമുണ്ട്, ബൃഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. പാമ്പിലും എലിയിലും കല്ലിലും പുല്ലിലും ദൈവികത്വം കൽപ്പിച്ചൊരു സംസ്കാരം. 4 വേദങ്ങളിലും 6 ശാസ്ത്രങ്ങളിലും 4 ഉപായങ്ങളിലും ഉപവേദങ്ങളിലും ഗീതയിലും ബൈബിളിലും ഖുറാനിലും അധിഷ്ഠിതമായ ഒരു സംസ്കാരം. ആ സംസ്കാരത്തിന്റെ അന്തസ്സത്ത സ്നേഹമാണ്, സാഹോദര്യമാണ്, സമഭാവനയാണ്, സദ്ഭാവനയാണ്. അതിന്റെ സുന്ദര സുരഭില സൂനങ്ങൾ വിരിയുന്ന മലർവാടികളാക്കി നാം നമ്മുടെ ഗ്രന്ഥശാലകളെയും ഇതുപോലുള്ള കൂട്ടായ്മകളെയും പരിവർത്തനം ചെയ്യപ്പെടുത്തേണ്ടി. BC ക്രിയേറ്റീവ് സെന്റർ പ്രസിഡന്റ് ജോർജ് F അധ്യക്ഷത വഹിച്ചു. അഖില ദീപു സ്വാഗതം പറഞ്ഞു. CA ശരത്ചന്ദ്രൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. BC ലൈബ്രറി ലൈബ്രറിയൻ പാർവതി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ.